നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ന്യായവിധിയുടെ ഏക കാരണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. നാം ഇവിടെ വായിച്ചത് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ലെന്നാണ്. യേശുവിനെ വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. യേശു ജനിച്ചെന്നും ജീവിച്ചെന്നും അത്ഭുതം ചെയ്തെന്നും അല്ലെങ്കിൽ മരിച്ചെന്നും യേശുവിനെ ആളുകൾ കുരിശിച്ചെന്നും എന്നാൽ യേശു ദൈവമായതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റെന്നും സ്വർഗത്തിലേക്ക് പോയെന്നും വീണ്ടും വരുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ അത് വെറും അറിവാണ്. അതൊരു ചരിത്ര വസ്തുത വിശ്വസിക്കുന്നു എന്നേ ഉള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ ദൈവം അധികാരം നൽകി. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നാമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഥമമായ അർത്ഥം ദൈവത്വം എന്നാണ്. അതായത് പഴയ നിയമത്തിലുണ്ട്, എൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം, എൻ്റെ സാന്നിധ്യമുള്ള ദൈവ സാന്നിധ്യമുള്ള സ്ഥലം. അപ്പോൾ ദൈവത്വം. അവനുടെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. 91 സങ്കീർത്തനത്തിലുണ്ട്. എൻ്റെ ദൈവത്വം അറിയുന്നതിനാൽ എന്നെ ഭയപ്പെട്ട് എൻ്റെ കൽപ്പനകളെ ആചരിക്കുക, അതിനാൽ ഞാൻ അനുഗ്രഹിക്കുമെന്നാണ്. അതുപോലെ പുതിയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് അവിടെ മധ്യേ ഞാനുണ്ട്. 2-3 പേർ കൂടുന്നിടത്ത് ഞാനുണ്ടെന്നല്ല, എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്വം വിശ്വസിച്ചുകൊണ്ട് എന്നെ സ്തുതിക്കുവാൻ വരുന്നവരുടെ മധ്യേ ഞാനുണ്ട് എന്നാണ് യേശു പറഞ്ഞത്. ഫിലിപ്പി ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും അധോലോകരുടെയും ഭൂലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുമെന്ന്. യേശു എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആളുകൾ വിറയ്ക്കുമെന്നല്ല, യേശു ദൈവത്വം തെളിയിച്ചുകൊണ്ട് അഗ്നിജ്വാലയിൽ തേജസ്സോടെ കാഹളനാദത്തോടെ ദൈവത്തിൻ്റെ ഗംഭീരനാദത്തോടെ മടങ്ങി വരുന്ന സമയത്ത് അതോടനുബന്ധിച്ച ആളുകൾ യേശുവിനെ തിരിച്ചറിയാനിടയാകും. അവര് മുഴങ്കാല് മടക്കി യേശുവിന് മുമ്പാകെ സാഷ്ടാംഗം വീഴും എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ നാമം എന്ന് പറയുന്നത് 1 ദൈവത്വം, 2 ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ശുശ്രൂഷ. പിതാവ് ദൈവമാണ്. പിതാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യനെ സ്നേഹിച്ചു, രക്ഷാമാർഗം ഒരുക്കാൻ പ്രസാദിച്ചു എന്നുള്ളതാണ്. പുത്രൻ ദൈവമാണ്, പിതാവിന് തുല്യനാണ്. അത് സ്വാഭാവിക ഗുണലക്ഷണങ്ങളിലും ധാർമ്മിക ഗുണലക്ഷണങ്ങളിലും പിതാവിന് തുല്യനാണ്. പുത്രൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യനായി ദൈവത്വം തെളിയിച്ച് ജീവിച്ച ശേഷം കുരിശിൽ മനുഷ്യന് വേണ്ടി യാഗമാകുക, അടിയിൽ നിന്നേയും തുപ്പലും ശാപവും ഏൽക്കുക. അതായിരുന്നു പുത്രന്റെ നാമം, അല്ലെങ്കിൽ പുത്രന്റെ ദൈവത്വവും പുത്രന്റെ പ്രവൃത്തിയും. പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും തുല്യം ദൈവമാണ്. സ്വാഭാവിക ഗുണലക്ഷണങ്ങളായ സർവശക്തി, സർവജ്ഞാനം, സർവ്വവ്യാപകത്വം, സൃഷ്ടികർമ്മം, രക്ഷാകർമ്മം, ന്യായവിധി, അതുപോലെ ധാർമ്മിക ഗുണലക്ഷണങ്ങളായ സ്നേഹം, നീതി, വിശുദ്ധി, സത്യം, കരുണ, ഇതെല്ലാം പിതാവിലും പുത്രനും ഉള്ളതുപോലെ തന്നെ ഒട്ടും കുറയാതെ പരിശുദ്ധാത്മാവിലുമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ നമുക്ക് പാപബോധം തരുന്നു. യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകളുടെ ഉള്ളിൽ വന്ന് അവർക്ക് കൂട്ടായ്മ നൽകി അവരോട് കൂടെ ആത്മീയ ജീവിതം നയിക്കാൻ അവരോട് കൂടെ വസിക്കുന്നു എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ ഒരു ആശീർവാദ നാമം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിലുണ്ട്. അവിടെ എഴുതിയിട്ടുള്ളത് പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും
പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എന്നാണ്. അപ്പോൾ പിതാവ് നമ്മെ സ്നേഹിച്ചു, പുത്രൻ നമുക്കായി കൃപയാൽ മരിച്ചു, പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വസിച്ച് നമുക്ക് കൂട്ടായ്മ തരുന്നു. ഇതാണ് ദൈവം ഒരുക്കിയ രക്ഷാമാർഗം. ഇത് അവഗണിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം, അല്ലെങ്കിൽ ഏക പാപം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ന്യായം വിധിക്കപ്പെടുന്നത് അവൻ കള്ളു കുടിക്കുന്നത് കൊണ്ടോ പുകവലിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അവൻ കൊലപാതകനോ മോഷ്ടാവോ വ്യഭിചാരിയോ ആയതുകൊണ്ടൊന്നും അല്ല. അങ്ങനെയുള്ള പാപികളെ രക്ഷിക്കാനല്ല ദൈവം വന്നത്. മനുഷ്യരെല്ലാം പാപികളാണ്. ചില ആളുകൾ പ്രവൃത്തി കൊണ്ട് പാപം ചെയ്യുന്നു, ചില ആളുകൾ നോട്ടം കൊണ്ട്, സംസാരം കൊണ്ട്, കേൾവി കൊണ്ട്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട്, ചിന്ത കൊണ്ട് പാപം ചെയ്യുന്നു. ദൈവം പാകെ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും പാപികളാണ്. അങ്ങനെയുള്ള പാപികളായ മനുഷ്യരെ, നരകയോഗ്യരായ മനുഷ്യരെ സ്വർഗാവകാശികളാക്കുവാനാണ് സ്വർഗത്തെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് അയച്ചത്. പുത്രൻ തമ്പുരാൻ പാപലേശമില്ലാത്തവൻ നമ്മുടെ കുറ്റങ്ങളെ ഏറ്റെടുത്തത്, അതിന് ശിക്ഷയേൽക്കാൻ തയ്യാറായത്. പരിശുദ്ധാത്മാവാൻ ദൈവം ഈ കാര്യമാണ് തൻ്റെ ദാസന്മാരിലൂടെ സുവിശേഷത്തിലൂടെ ലോകത്തെ അറിയിക്കുന്നത്. യേശുവിനെ പിതാവായിച്ച രക്ഷിതാവായിട്ട് അംഗീകരിക്കുന്ന ആളുകളിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു, അവരെ ആത്മീയ ജീവിതത്തിന് സജ്ജരാക്കുന്നു, ദൈവരാജ്യത്തിന് യോഗ്യരാക്കുന്നു. ഇതാണ് സുവിശേഷം. ഇവിടെ യേശു പറയുകയാണ്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യർ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാണ്. പ്രിയപ്പെട്ടവർ, ഏക വെളിച്ചമേ ഉള്ളൂ, അത് യേശുവാണ്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ മനുഷ്യർ കുറച്ച് ബഹുമാനം നൽകുന്നു, മനുഷ്യർ കുറെ ആദരവ് നൽകുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ അവരൊക്കെ ഇരുട്ടാണെന്നാണ് ബൈബിൾ പറയുന്നത്. ഏക വെളിച്ചം, യേശു പറഞ്ഞു, ഞാൻ തന്നെ വെളിച്ചമാകുന്നു, ഞാൻ തന്നെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അന്ധകാരം നിറഞ്ഞ, ശാപം നിറഞ്ഞ, അജ്ഞത നിറഞ്ഞ ഈ ലോകത്തിൽ ഏക വെളിച്ചം, ദൈവത്തിൻ്റെ വെളിച്ചം വഹിച്ചുകൊണ്ട് ജീവിച്ചവൻ യേശു മാത്രമാണ്. ആ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാകുന്നു, നമ്മുടെ ഭാവകാവാദികൾക്ക് മാറ്റമുണ്ടാകുന്നു, നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ മാറുന്നു, നമ്മൾ ദൈവമക്കളാകുന്നു. അതാണ് സുവിശേഷം. അതുകൊണ്ട് നാം ചെയ്യുന്ന പാപങ്ങൾ കൊണ്ടല്ല നാം മരിക്കുന്നത്. ഒരു പാപമേ ഉള്ളൂ, അത് വെളിച്ചമായ യേശുവിനെ, ദൈവം അയച്ച രക്ഷിതാവിനെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. മാതാപിതാക്കന്മാരോ മതഗുരുക്കളോ പഠിപ്പിച്ച ആ സമ്പ്രദായങ്ങളെ, അബദ്ധങ്ങളെ, പാരമ്പര്യങ്ങളെ, അന്ധവിശ്വാസങ്ങളെ ആണ് നാം ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും നമ്മളെ അന്ന് രക്ഷിക്കയില്ല. ന്യായവിധി ദിവസത്തിൽ ഞാൻ വഴിപാടിട്ടവനാണ്, ഞാൻ പാട്ടുപാടി, ഞാൻ പ്രാർത്ഥിച്ചവനാണ്, ഞാൻ പരോപകാരിയായിരുന്നു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, നിന്നെ രക്ഷിക്കാൻ. നിന്റെ ശിക്ഷ എൻ്റെ പൊന്നോമന പുത്രൻ്റെ മേൽ ഞാൻ കൊടുത്തു, നീ അത് അംഗീകരിച്ചോ? നീ അവനെ സ്നേഹിച്ചോ? ഇല്ല. ഒരൊറ്റ കാരണത്താൽ ലോകത്തിലെ മുഴുവൻ ആളുകളും, യേശുവിനെ കൈക്കൊള്ളാത്ത മുഴുവൻ ആളുകളും ന്യായവിധിക്ക് വിധേയരാകും എന്നാണ് യേശു പറഞ്ഞത്. അത് ശ്രദ്ധിക്കുവാൻ, പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.